നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ മറ്റൊരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിലെ ഏറ്റവും സുപ്രധാനമായ നടപടിക്രമം. ഞങ്ങളും ഇതിൽ പങ്കുചേരുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഓരോ മണ്ഡലത്തിലെയും വിഷയങ്ങളും ചായ്വുകളും ഞങ്ങളിവിടെ ചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. ഏവർക്കും സ്വാഗതം വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക്. ഇന്ന് ഞങ്ങളോടൊപ്പം ചേരുന്ന സ്പെഷ്യൽ ഗസ്റ്റ് അധ്യാപകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ഫക്രുദ്ദീൻ അലി. ഞങ്ങളുടെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ ശങ്കർ ഹിമഗിരിയും ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്ക് വയ്ക്കുന്നത് കണ്ണൂർ മണ്ഡലമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തട്ടകം, KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ കളരി. സിറ്റിംഗ് MP ആയ കെ സുധാകരൻ ഇവിടെ മത്സരിക്കുമോ ഇല്ലയോ? എന്തായാലും നമുക്ക് കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ഉള്ളറകൾ പരിശോധിക്കാം ഇന്നിവിടെ. ആദ്യം സ്പെഷ്യൽ ഗസ്റ്റിലേക്ക്. കണ്ണൂർ നമ്മുടെ ഏറ്റവും തലമുതിർന്ന രണ്ട് നേതാക്കളുടെ തട്ടകം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിണറായി വിജയൻ, ഒപ്പം തന്നെ കെ സുധാകരൻ. കെ സുധാകരനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സിറ്റിംഗ് MP. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇതുവരെയും യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ ഇനിയും തീരുമാനമാകാനുണ്ട്. ഇതിനെ ആശ്രയിച്ചായിരിക്കുമോ മറ്റ് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ? എങ്ങനെയാണ് ഇപ്പോൾ കണ്ണൂരിൻ്റെ പൊതുചിത്രം? അല്ല, സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കിയിട്ട് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ മലപ്പുറത്തിനെ പറ്റി പറയുക വത്തക്ക പോലെയുള്ളൊരു പാർട്ടി എന്നുള്ളതാണ്. പുറത്ത് കമ്മ്യൂണിസ്റ്റ് പറയുന്നതാണ്, പുറത്ത് പച്ചാണ് ഉള്ളിൽ നമ്മൾ ചുവപ്പാണ്. അവർ പറയാൻ കാരണം അന്ന് മുസ്ലിംസ് പിന്നോക്ക വിഭാഗമായിരുന്നല്ലോ. ഇപ്പോഴത്തെ മുസ്ലിംസ് എല്ലാം പറഞ്ഞത് ഇത് ഈ വിശ്വാസം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. അതുപോലെ കണ്ണൂരിനെ പറ്റി പറയുന്നത് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക ചുവപ്പ് മണ്ഡലം ചെങ്കോട്ട എന്നൊക്കെ. അത് എനിക്ക് P. ജയരാജേട്ടനെ ഞാൻ ചോദിക്കേണ്ടായി. ഈ ജയരാജേട്ടൻ എങ്ങനെ, എൻ്റെ അടുത്ത് സുഹൃത്താണ്, ജയരാജേട്ടൻ എങ്ങനെയാണ് നമ്മൾ അവിടെ തോറ്റുപോയത്? പല ഘട്ടങ്ങളും തോറ്റുപോയല്ലോ. മുല്ലപ്പള്ളി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എന്നോട് ജയരാജേട്ടൻ വന്നായിരുന്നു, എടാ നീ വിചാരിക്കുന്നവരല്ല, അവിടെ പല സ്ഥലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കോട്ടകളുണ്ട്. കോൺഗ്രസ് കോട്ടകളെന്നല്ല ചേട്ടാ പറഞ്ഞത്, മുസ്ലിം ലീഗ്, പ്രത്യേകിച്ച് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ. അതെ. അപ്പോൾ അതുപോലെ തന്നെ ഈ കുടിയേറ്റ മേഖലകളാണെങ്കിൽ പേരാവൂര്, ഇരിക്കൂർ, ഈ രണ്ട് മണ്ഡലങ്ങളെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയാണ്. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഈ ഓസ്ട്രേലിയയിൽ പോയാൽ നമ്മൾ ഇംഗ്ലണ്ട് കാണാമെന്ന് പറയില്ലേ, ഓസ്ട്രേലിയക്കാർ ബേസിക്കലി ഇംഗ്ലീഷുകാരാണ്. അതുപോലെ ഈ രണ്ട് പ്രദേശം നിങ്ങൾക്ക് കോട്ടയം കാണാൻ പറ്റും. അതുകൊണ്ടാണ് കോട്ടയം DCC പ്രസിഡന്റായ KK ജോസഫ് അവിടെ പോയി മത്സരിക്കുന്നത്. വേറെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കണ്ണൂർ നിയോജകമണ്ഡലം, കണ്ണൂർ സിറ്റി നിയോജകമണ്ഡലം. കേരളത്തിൽ ഒരേ ഒരു മുസ്ലിം രാജവംശം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അറക്കലെ ആലി രാജാവ് എന്ന് പറഞ്ഞ രാജവംശം. അതിപ്പോഴും അവർ അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു കേന്ദ്രമാണ് ഈ ഏരിയ. മുസ്ലിം വർത്തക പ്രമാണിമാരുടെയും കച്ചവടക്കാരുടെയും അതേപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം എലീറ്റിൻ്റെ ഒരു കേന്ദ്രമാണ്. തീരദേശത്ത് നല്ല മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. ഇവിടെ മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുണ്ട്. മാത്രമല്ല ദേശീയവാദികളായ കോൺഗ്രസ്സുകാർ നല്ല രീതിയിലുള്ള സ്ഥലമാണ്. ഓക്കെ. അപ്പോൾ ഇതും ഒരു CPM കോട്ടയല്ല. പിന്നെ അവിടെ CPM പിന്നെ അഴീക്കോട് മണ്ഡലമാണ്. അഴീക്കോട് മണ്ഡലം വലിച്ച അങ്ങോട്ട് നിൽക്കും അങ്ങോട്ട് നിൽക്കും, രണ്ടുപേർക്ക് ഏതാണ്ട് തുല്യ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. അവിടെ MP രാഘവൻ അവിടെ ജയിച്ചിട്ടുണ്ട്, നമ്മുടെ ഷാജി ജയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് ഷാജി അവിടെ പോയിട്ട് KM ഷാജി ജയിച്ചിട്ടുണ്ട്. ഷാജി കഴിഞ്ഞ അവിടെ തോറ്റത് തന്നെ വേറെ ചില പ്രശ്നത്തിൻ്റെ പുറത്താണ്. പിന്നെ സുമോദ് സ്വാഭാവികമായിട്ടും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നെയുള്ള CPMൻ്റെ ഉറച്ച കോട്ട എന്ന് പറയാവുന്നത് ഒന്ന് ഗോവിന്ദൻ മാഷയുടെ മണ്ഡലം, അതായത് തളിപ്പറമ്പ്, ഹ്യൂജ് മെജോറിറ്റി ജയിക്കുന്ന സ്ഥലമാണ്. ഒന്ന് പിണറായി വിജയൻ്റെ ധർമ്മടം, അതും നല്ല മെജോറിറ്റിക്ക് ജയിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നുള്ളത് മട്ടന്നൂരാണ്. നിങ്ങൾ അറിയാലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത്. അപ്പോൾ CPMൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ തളിപ്പറമ്പ്, മട്ടന്നൂർ, ധർമ്മടം ഈ പ്രദേശത്ത് ഹ്യൂജ് മെജോറിറ്റി കിട്ടും. എന്നാൽ ഇത്രത്തോളം മെജോറിറ്റി ഈ പറയുന്ന കണ്ണൂരോ അല്ലെങ്കിൽ ഇരിക്കൂരോ അല്ലെങ്കിൽ പയ്യാവൂരോ കിട്ടണമെന്നില്ല. പക്ഷെ അവർക്ക് ചില സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ കണ്ണൂർ നിയമസഭാ സീറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ CPM ഈ ഡീലിമിറ്റേഷൻ, പുതിയ മണ്ഡല പുനർനിർണയത്തിന് ശേഷം മലബാറിലെ കോൺസ്റ്റിറ്റ്യുവൻസീസ് പൊതുവേ ഇടതുപക്ഷന് അനുകൂലമാണെന്നാണ് അവരുടെ വിലയിരുത്തൽ. പക്ഷേ പലതും ജയിക്കാൻ പറ്റിയ വേറെ മറ്റ് കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ കോഴിക്കോട് ഉൾപ്പെടെ കണ്ണൂർ ഉൾപ്പെടെ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ നമ്മൾക്ക് കൂടുതൽ അനുകൂലമാണ്. കാരണം ഈ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണൂർ ഒരു കഴിഞ്ഞ പ്രാവശ്യം 94,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അതിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. പോൾ ചെയ്ത വോട്ടിൻ്റെ 50% കൂടുതൽ നേടി വിജയിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, അതിൻ്റെ കഴിഞ്ഞ തവണത്തെ നിങ്ങൾ കൂട്ടരുത്. കഴിഞ്ഞ തവണ കേരളത്തിലെന്ന് വെച്ചാൽ കേരളത്തിലെ മൊത്തം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിനാരിയോനെ
കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു ഫിനോമിനായിരുന്നു. കഴിഞ്ഞ തവണ കാരണം ഈ വയനാടില് രാഹുൽ വന്നപ്പോൾ വരികയും മോദി സർക്കാർ വീണ്ടും വരും എന്നുള്ളൊരു ധാരണയെ അന്നില്ല. യു സർക്കാർ വരികയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയും ചെയ്യും എന്നൊക്കെ ഉള്ളൊരു അല്ല, മോദി വരില്ലാതെ കേരളത്തിലുണ്ടായിരുന്നില്ല. കേരളത്തിലന്ന് രാഹുൽ അടുത്ത മുഖ്യമന്ത്രി, കുഞ്ഞാപ്പ അടുത്ത മന്ത്രിയാവുന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ. പക്ഷെ അവിടെ അതിലുപരി അതിൻ്റെ ശബരിമല, ഇത് എന്നോട് പറഞ്ഞത് നമ്മൾ വത്സന്തി ഇലഗിരി ചേട്ടനാണ് എന്നോട് പറഞ്ഞത്. കേരളത്തിൽ ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കേരളത്തിൽ 3 ക്ഷേത്രങ്ങൾ എല്ലാവർക്കും പോകാമായിരുന്നു. അതിലൊന്ന് ശബരിമലയാണ്, ഒന്ന് നമ്മുടെ മുത്തപ്പൻ്റെ പറശ്ശിനിക്കടവ്, ഒന്ന് എനിക്ക് തോന്നുന്നു കണ്ണൂർ തന്നെയുള്ള ഇളനീര് വെട്ടുന്ന ക്ഷേത്രമല്ലേ, ഈ ക്ഷേത്രം, ഈ 3 ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അതിൽ എസ്പെഷ്യലി ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് അന്ന് നമ്മൾ വിചാരിച്ചത് നായന്മാരുടെ വികാരമാണ്. നായന്മാരുടേതല്ല, വെള്ളാപ്പള്ളി പോലും പിന്നെ തിരിച്ചറിയുകയുണ്ടായി, നമ്മൾ കാണുകയുണ്ടായി. എക്രോസ് കാസ്റ്റ് സ്പെക്ട്രം ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അത് വലിയ പ്രശ്നമായിരുന്നു, സ്ത്രീകൾക്ക് വലിയ പ്രശ്നമായിരുന്നു. ഈ സ്ത്രീകൾ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കേരളത്തിലെ സ്ത്രീകൾ ഉണർന്ന് വോട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റിൽ ജലീലിന് അനുകൂലമായിട്ട് കുഞ്ഞാപ്പ തോറ്റ ഇലക്ഷനില്ലേ, അന്നെന്താ സംഭവിച്ചത്? കുഞ്ഞാപ്പ കുറ്റിപ്പുറത്ത് തോൽക്കും നമുക്ക് ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റും. ഇന്നത്തെ വേങ്ങര പോലെയാണ് അന്ന് കുറ്റിപ്പുറം. അന്ന് സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ചാനലിലോ ഏഷ്യാനെറ്റിലോ അത് വന്നാൽ പോലും കാര്യമല്ല, വന്നത് നമ്മളെ പിയ്യാപ്പിളയുടെ ചാനലില്ല. ഏത് പിയ്യാപ്പിള ചാനല? ഇന്ത്യ വിഷയം. പിയ്യാപ്പിള ആരാ? മുനീറിൻ്റെ ചാനൽ. മുനീറിൻ്റെ ചാനലിൽ കുഞ്ഞാപ്പാനെ പറ്റിയൊരു സാധനം വരുന്നു. അന്ന് എല്ലാ വീട്ടുകളും മുസ്ലിം, അത് അവിടെ ഗൾഫൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ വീട്ടിലും ടി വി ഒക്കെ ഉണ്ട്. ന്യൂസ് ചാനൽ ഒരു രസമായിട്ട് വരുന്ന സമയത്താണ്. അപ്പോൾ ഈ കുഞ്ഞാപ്പയെ പറ്റി മുനീറിൻ്റെ ചാനലിൽ ഇങ്ങനെ ന്യൂസ് വന്നതിന് ക്രെഡിബിലിറ്റി വന്നു. അപ്പോൾ അത് ഇന്ന് കാണുന്ന നമ്മളെ ജലീലല്ല. അന്ന് നമുക്ക് ജലീലിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. ലീഗിൽ നിന്ന് വന്ന ഭയങ്കര ആശയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കോളേജ് ബോസായ വെളുത്ത സുന്ദരനായ ജലീൽ, അച്ചടി ഭാഷയെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെ നാട്ടുകാർക്ക് ഒരു ഭയങ്കര ഒരു എന്താ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉള്ള കാര്യമാണ്. ഈ തെക്കൻ തിരുവിതാംകൂറുകാരൊക്കെ നല്ല വെടിവത്ത മലയാളം സംസാരിക്കും, നമ്മൻ്റെ ആളുകൾ തല്ലിപ്പൊളി മലയാളം സംസാരിക്കും. ഈ സമദാനിയും ഈ പറഞ്ഞ ഇദ്ദേഹമൊക്കെ ഒരു കാലത്ത് സ്കോർ അതില്ല ജലീൽ. അപ്പോൾ ജലീൽ എന്തുകൊണ്ട് യോഗ്യൻ? കുഞ്ഞാപ്പയ്ക്ക് ഒരുപാട് പ്രശ്നം, അതുകൊണ്ടാണ് അന്ന് കുഞ്ഞാപ്പ തോറ്റു. മുസ്ലിം സ്ത്രീകളാണ് തോൽപ്പിച്ചത്. ഇതേ സംഭവം കഴിഞ്ഞ ശബരിമല ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ വനിതാ മതിലിൽ പോയ ആൻറ്റിമാർ തന്നെ തിരിച്ചു വന്ന് വോട്ട് ചെയ്തപ്പം തിരിച്ചു വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫക്രുദ്ദീൻ ഈ സ്ത്രീകളുടെ കാര്യം, ശബരിമലയുടെ കാര്യം പറഞ്ഞതുപോലെ ഇത്തവണ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് തോന്നുന്നത് ശ്രദ്ധിക്കണം. ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ് ആ വാർത്ത ആദ്യം വന്നത്. ഇത്തവണ ഈ ചെറുപ്പക്കാർ ഒരുപാട് വലിയ ശതമാനം, അതായത് വോട്ടവകാശം പുതുതായിട്ട് കിട്ടിയതിൽ വലിയൊരു ശതമാനം പേര് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ പേര് ചേർത്തവർ തന്നെ പണ്ടത്തെ പോലെ ഒരു ആവേശം, തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ആവേശം, ആ ആവേശമാണ് LDFനെ ഒരു പരിധിവരെ പല മണ്ഡലങ്ങളിലും ജയിപ്പിച്ചിരുന്നത്. അത്തരത്തിൽ ചെറുപ്പക്കാരുടെ ഒരു ആവേശം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യസന്ധമായി പറയട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് പിള്ളേരുമായിട്ടാണല്ലോ. ഇന്ത്യയിലെയും കേരളത്തിലെയും നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മളെ പിള്ളേർ തീരെ സാറ്റിസ്ഫൈഡ് അല്ല. സത്യം, അവർ ഭയങ്കര നിരാശരാണ്. ഈ ബീഫിൻ്റെ പേരിലുള്ള കൊലപാതകം, കഴിഞ്ഞ അന്നപൂർണ്ണ എന്ന സിനിമ നിരോധിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള പല കാര്യവും ഇവിടെയുള്ള പിള്ളേരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. മുമ്പത്തെക്കാട്ടും ഗ്ലോബൽ സൊസൈറ്റി അവർക്ക് വളരെ അടുത്താണ്. ഇപ്പോൾ ഓൺലൈനൊക്കെ വളരെ സജീവമായതുകൊണ്ട് എന്താണ് യൂറോപ്പ്, എന്താണ് അമേരിക്ക, അവിടെയുള്ള സ്വാതന്ത്ര്യം എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അവർക്ക് എളുപ്പം അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനും ഇപ്പം പറ്റുന്നുണ്ട്. ഒരുപാട് ഏജൻസീസൊക്കെ ഉണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ നോക്കുന്ന സമയത്ത് ഇപ്പം മുമ്പ് നമ്മൾ മുരളീധരനെ പറ്റിയിട്ടാണ് പറയുക. മുരളീധരൻ വെച്ച് നോക്കുമ്പോൾ എത്രയോ കേപ്പബിൾ ആയിട്ടുള്ള നേതാവായിരുന്നു. അതിനെയൊക്കെ കുറ്റം പറഞ്ഞവരുടെ തന്നെ ഫാമിലിയുള്ള ആളുകൾ ഇന്നിങ്ങനെ കീ പൊസിഷനിൽ വരുന്നു, അവരുടെ പേര് ആരോപണങ്ങൾ വരുന്നു. അവിടെ രാഷ്ട്രീയത്തിനുണ്ടായ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുകയാണ്. പിന്നെ പൊതുവേ ഉള്ള ഈ പിള്ളേരുടെ ഈ പ്രായത്തിൻ്റെ പ്രശ്നം, ഇവർക്ക് ഏകാധിപത്യം ഇഷ്ടമല്ല. അവർ പറയുന്ന അവിടെ ഇവിടെ ഒരു ഏകാധിപത്യ സെൻറ്റൻസ് പോലെ കാണുന്നു. അതുകൊണ്ട് തന്നെ മുമ്പത്തെ പോലെ SFIക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനോ അല്ലെങ്കിൽ ABPക്കോ KC വേണ്ട സജീവം അവർ എന്തിന് ഞങ്ങൾ പോകണം, ഇവർക്ക് ഫീഡ് ചെയ്യാൻ ഞങ്ങൾ പോകണം എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതാ പറയുന്നത്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിലും വോട്ടിങ്ങിലും ഇത്തവണ വലിയ തോതിൽ പ്രതിഫലിക്കാനിരിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കാത്ത പലതരത്തിലുള്ള പല മാറ്റങ്ങളും ഈ പല മണ്ഡലത്തിലും ഇത്തവണ ഉണ്ടാകും. സൂപ്പർ സ്റ്റാറുകളാവാൻ ആഗ്രഹിക്കുന്നില്ല ആരും, പക്ഷേ അറിയാതെ ആയി പോകുന്നു. അത് വലിയൊരു ഹൈപ്പ് കിട്ടുന്നു. അതിലൂടെ KK ശൈലജ എന്ന നേതാവ് ജനങ്ങളുടെ മനസ്സിലേക്കും ഇറങ്ങി വരുന്നുണ്ട്, ഈ മാധ്യമങ്ങളുടെ എല്ലാം സപ്പോർട്ടോടുകൂടി തന്നെ. അതുകൊണ്ട് തന്നെ അടുത്ത മുഖ്യമന്ത്രി കസേരയിലേക്ക് പോലും പലരും ഇപ്പോഴേ പ്രതിഷ്ഠിക്കുന്നുണ്ട്. മനസ്സിലുണ്ട് നിങ്ങളങ്ങനെ അതിൽ നിങ്ങൾ പത്തക്കാർ ഭയങ്കര വിജയമാണ്. അല്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ കസേരകളി ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാൻ ഇപ്പോഴേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് അങ്ങോട്ടേക്ക് അയക്കുക, പാർലമെന്റിലേക്ക് അയക്കുക, ആ ഒരു തന്ത്രം ഉണ്ടാകുമോ? അല്ല, അത് ചിലപ്പോൾ ഉണ്ട്. പക്ഷെ അത് ശരി അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അത് മണ്ടത്തരമാണ്. കാരണം ഈ CPM CPI സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി ഹൈറാക്കിയിൽ എവിടെ നിൽക്കുന്നുള്ള ടീച്ചർ ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. അതെ. ഇനിയിപ്പോൾ കണ്ണൂരിൽ നിന്ന് ടീച്ചറുടെ പ്രവർത്തന മണ്ഡലം കണ്ണൂരാണ്.
അപ്പോൾ ടീച്ചർ കണ്ണൂർ എന്തിനാണ് ഒരു കണ്ണൂർ വരും, സ്വാഭാവിക ആ ബന്ധങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. മാത്രമല്ല ഇവർ MP ആയി കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട്, ദേശീയ മീഡിയയ്ക്ക് ഇവരെ വലിയ താല്പര്യമാണ്. എന്തുകൊണ്ടാണ് എനിക്ക് തോന്നില്ല ഈ പിന്നെ ഇവർ ദേശീയ മീഡിയയ്ക്ക് അന്താരാഷ്ട്ര മീഡിയയ്ക്ക്. അപ്പോൾ നമ്മുടെ സർദേശായി ഉണ്ടല്ലോ ഇന്ത്യ ടുഡേയിലെ, അതെ. സർദേശായി, അതുപോലെ തന്നെ ശേഖർ ഗുപ്ത, പിന്നെ പ്രിന്റിലെ, ഇവരൊക്കെ ഇവരെ പറ്റി ഒരുപാട് പറയുന്നത് ഞാൻ കിട്ടും. അപ്പോൾ ഇവരെ ഡൽഹി കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ നന്നായിട്ട് ഇവർ യൂസ് ചെയ്യും. ടീച്ചർ ഇഷ്ടമില്ലെങ്കിൽ പോലും ഇവർ ഭയങ്കര ഹൈപ്പ് ടീച്ചറിന് കിട്ടും. സ്വാഭാവികമായും ദേശീയ തലത്തിൽ അത് ഭയങ്കര, ഇപ്പം ജോൺ ബിട്ടാസ് ശ്രദ്ധിക്കപ്പെടുന്ന പോലെ അല്ല. ഇപ്പം ജോൺ ബിട്ടാസിൻ്റെ പ്രശ്നം വെച്ചാൽ പാർട്ടി കേഡറായിട്ട് വന്ന ഒരാളല്ല, അതെ, പാർട്ടിയുടെ മാധ്യമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്ന SFIയിലൂടെ വന്നിട്ടുള്ള ആളാണ്. പക്ഷേ ഇവരതല്ല, ഇവർ കേഡർ കൂടിയാണ്, ഇവർക്ക് ഇളക്കാൻ പറ്റും. അപ്പോൾ സത്യത്തിൽ ഇത് അങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് ഉർവശി ഷാബ് ഉപകാരം നിരുതിയ ഗുണം ഈ പറഞ്ഞാൽ ഇവിടെ നിർത്താനും വയ്യ, അങ്ങോട്ട് വിടാനും വയ്യ ഇതിപ്പോ എന്നുള്ളതാണ് CPM അതെ അനുഭവിക്കുന്നത്. കേരളത്തിലുടനീളം കാണുന്ന ഒരു തരംഗം, ഭരണവിരുദ്ധ തരംഗം എന്നുള്ളതിനപ്പുറത്തേക്ക് പിണറായി വിരുദ്ധ തരംഗം വളരെ ശക്തമായി നിൽക്കുകയാണ് കേരളത്തിലിപ്പോൾ. അത് പലരോടും സംസാരിക്കുമ്പോഴും അത് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. കണ്ണൂരിനെ അത് ഏത് തരത്തിൽ ബാധിക്കും? ഒരു റിയാലിറ്റി മനസ്സിലാക്കണം. BJP കേരളത്തിൽ ഒരു പ്ലാനുണ്ട്. അത് കോൺഗ്രസിനെ പ്രതിപക്ഷത്തിരുത്തി നശിപ്പിക്കുക, CPMനെ ഭരണത്തിരുത്തി നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി CPM തോൽക്കണമെന്ന് വിചാരിച്ചാൽ പോലും അതിന് ക്രോസ് വോട്ട് ചെയ്ത് ജയിപ്പിക്കാനാണ് BJPയുടെ പ്ലാൻ. BJPയുടെ പദ്ധതി അത് തന്നെ. എങ്കിലേ ഒമാൻ നശിക്കുള്ളൂ എന്നാണ് അവരുടെ പദ്ധതി. അവർ വളരെ ക്ലിയറാണ് അതിനെപ്പറ്റി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, UDF സംവിധാനം ദുർബലമാണ്. ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി പിണറായി വിജയനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ല. കേരളത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി കേരള മോഡലായിട്ട് ബന്ധപ്പെട്ട് വന്ന സംഭവം. ഒരു ദിവസം കൊണ്ട് നിങ്ങൾ പറയാം കേരളത്തിലും പിന്നെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്തൊക്കെ നമ്പർ വൺ. എന്തുകൊണ്ടാണ്? ഈ ഗവൺമെൻറ് സെക്ടറിൽ ഇത്രമാത്രം സൗകര്യങ്ങളുള്ളത്, സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശമ്പളത്തിലും പെൻഷനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാശ് ചിലവാകുന്നത്. അത് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തി. ഇപ്പം പിന്നെ ഈ മേഖലയിലൊക്കെ കുറേ പ്രൈവറ്റ് സെക്ടർ കടന്നു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പതുക്കെ റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ കേരളമായി നിലനിർത്തി നിങ്ങളെല്ലാവരും കൊടുക്കുന്ന വിലയാണത്. ആരുടെയും കുഴപ്പമൊന്നുമല്ല. നമ്മുടെ തോമസ് ഐസക് ഉണ്ടായിരുന്നപ്പോൾ മാർക്കറ്റിലേക്ക്, നമ്മുടെ മാർക്കറ്റിലേക്ക് പണം എത്തിക്കുന്നതിനുള്ള പല വഴികളും അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇത് പലപ്പോഴും പൈസ വന്നോ, കടം വന്നല്ലാതെ വിമർശിച്ച് കണ്ടത് ഈ മണി മാർക്കറ്റിൽ എത്തുന്നതിനുള്ള വഴി ഇപ്പോൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അല്ല, അതിൻ്റെ കാര്യം ഐസക് അങ്ങനെ പറഞ്ഞത് മണൽ വാരി വിൽക്കുക, മറ്റേ വിറ്റോ? ഐസക് ആപാടെ ഹിഫിയായി കുറച്ച് വിൽക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ കോരി വെച്ചതെല്ലാം പിന്നെ അടുത്ത മഴക്കാലത്ത് ഒലിച്ചു. അതല്ല എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ലോക്സഭ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. അപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി നിൽക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ശമ്പളം ഇതുവരെ മുടങ്ങിയിട്ടില്ലല്ലോ, കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. ഇത് കോൺഗ്രസ് ആയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു തീരുമാനം എടുക്കാൻ 4 പ്ലെയിനിൽ കയറി 8 നേതാക്കന്മാർ ഡൽഹിക്ക് പോവുകയാണ്. എന്ന് തീരുമാനമാവോ? ഇല്ല. അവിടെയാണ് ഒരു ശക്തനായ ലീഡർ എന്നുള്ള ഒരു ആനുകൂല്യം പിണറായി വിജയന് ഗുണകരമായി മാറുന്നത്. അപ്പം നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് എന്താണെന്നുള്ള ചോദ്യം വരും. ഇനി ഈ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ സാധ്യത, കോൺഗ്രസ് തന്നെ പറയുന്നത് BJPയുടെ MP-മാരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അല്ല, ഞങ്ങളുടെ MP-മാരുടെ എണ്ണം കൂട്ടുക, ഭരണം പിടിക്കണമെന്ന് അവർക്കില്ല. അപ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾ വിചാരിച്ച പോലെ ജയിക്കും എന്നുള്ള ഫീലും ഇല്ല. അപ്പം തമ്മിൽ ഭേദം ഇപ്പോൾ ആരാ? തൊമ്മനാണ്. അതാണ് പ്രശ്നം. നമ്മൾ റിയലിസ്റ്റിക്കായി ചിന്തിക്കുമ്പോൾ നിങ്ങൾ പിണറായിക്ക് പകരം ആരാണ് കൊണ്ടുവരാനുള്ളത്? അതെ, നമ്മൾ കണ്ണൂരിലേക്ക് അത് തന്നെയാണ്. ഇപ്പം മോദിയുടെ കാര്യത്തിലാണെങ്കിലും അത് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും വർഗീയതയ്ക്കെതിരെ, മോദിക്കെതിരെ, BJPക്കെതിരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പകരം ഒരു മുഖം പറയില്ല എന്ന് പറഞ്ഞാൽ ഉയർത്തി കാണിക്കാൻ ഒരു മുഖമില്ല. അപ്പോൾ കണ്ണൂർ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കണ്ണൂർ സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ സുധാകരൻ മാറി മറ്റൊരാൾ വരികയാണ്. ഇപ്പം നിങ്ങളവിടെ കണ്ണൂർ മലബാർ മേഖലയിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ പിന്നെ അഴീക്കോടും അതുപോലെ തന്നെ കണ്ണൂർ നിയമസഭാ സീറ്റിലുമൊക്കെ ഈ UDFന് മുൻകൈ വരാൻ കാരണം മുസ്ലിംസിൻ്റെ ഒരു സാന്നിധ്യമാണ്. പക്ഷേ മുസ്ലിംസിൽ നായനാരുടെ അവസാന കാലഘട്ടം, അതായത് പിണറായി വിജയൻ്റെ പ്രഭാവം തുടങ്ങുന്ന കാലഘട്ടം തൊട്ട് യുവാക്കൾ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും CPMലേക്ക് പോകുന്നു. പല കാരണങ്ങളുണ്ട്. CPM ആണ് ഒന്ന് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അവരുണ്ടാക്കുന്ന ഒരു ആവേശം. മൂന്നാമത്തെ കാര്യം, ഒരു പ്രശ്നം വന്നാൽ ഫീൽഡിൽ ഉണ്ടാവും എന്നുള്ള ഫീല്. പിന്നെ നരേന്ദ്രമോദി അപ്പുറത്ത് വന്നപ്പം ഒരു പ്രശ്നം ഉണ്ടായാൽ ചുരുങ്ങിയത് ഇവിടെയെങ്കിലും സംരക്ഷിക്കാൻ ഇവരെ ഉള്ളൊരു ഫീലുണ്ട്. ഇത് സത്യത്തിൽ UDFന് കിട്ടുന്ന കുറേ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും സത്യത്തിൽ ആർക്ക് അനുകൂലമാണ്? LDFന് അനുകൂലമാണ്. ഇനി അവിടെ കേൾക്കുന്ന ഒരു പേര് ഷമാ മുഹമ്മദിന്. തട്ടൊന്നില്ലാത്ത മുസ്ലിം പെണ്ണുങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം, പെണ്ണുങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പൊതുവേ, അങ്ങനെ ഷാനിമോൾ ഉസ്മാൻ അവിടെ തോറ്റത്, പെണ്ണുങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പൊതുവേ നമുക്ക് താല്പര്യം. ഇത് സൈക്കോളജിയുടെ പ്രശ്നമാണ്. ഇതൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തിൻ്റെ പുറത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തെ ഷിഫ്റ്റ് ചെയ്യുന്നൊരു പ്രശ്നം. അതുപോലെ തന്നെ മാണി സാർ ഗ്രൂപ്പ് അങ്ങോട്ട് പോയതോടുകൂടി, അതായത് ജോസ് കെ മാണി അങ്ങോട്ട് പോയതോടുകൂടി ഈ ക്രിസ്ത്യൻ ഡോമിനൻസ് ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ എന്ത് ചെയ്തു? CPM LDFന് ഇമ്പോർട്ടൻസ് വന്നു.
ഇപ്പം നോക്കിക്കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഒരു 40-60 നിൽക്കുന്ന മണ്ഡലമാണത്. ശബരിമല പോലെ വണ്ടത്തരങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ LDF ജയിക്കാനാണ് സാധ്യത. സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയണം, മറ്റ് ഫാക്ടറീസ് ഇനി എന്താ സംഭവിക്കുമോ നമുക്കറിയില്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സുധാകരനെ മാറ്റിപ്പോൾ സുധാകരൻ നേരെ പ്രായമൊക്കെ ആയിട്ടുണ്ട്, പണ്ട സുധാകരനല്ല. അപ്പം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ 40-20 LDFന് അനുകൂലമായി നിൽക്കുന്ന മണ്ഡലമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഫാക്ടറിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. വളരെയധികം തവണ പിന്നെ മോദി പ്രധാനമന്ത്രി തൃശ്ശൂരും കൊച്ചിയിലും ഒക്കെ ആയിട്ട് വന്നു. തൃശ്ശൂർ സവിശേഷമായ പരിഗണന അവർ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ഇത് തന്നെയല്ല, പിന്നെ അയോധ്യ, പിന്നെ പ്രാണപ്രതിഷ്ഠ, ഇങ്ങനെ ആ ഒരു ഫാക്ടർ കേരളത്തിലും വലിയൊരു തരംഗമെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും മുൻപില്ലാത്ത ഒരു പുഷ് BJPക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവരാണെങ്കിൽ പല മണ്ഡലത്തിലും പിന്നെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ 15-20% വെച്ച് വോട്ട് കൂട്ടിക്കൊണ്ടിരിക്കും. ഇത് കണ്ണൂർ മണ്ഡലത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുമോ? അത് ആർക്കാണ് ഗുണം ചെയ്യുക? അല്ല, കണ്ണൂർ ഗ്രാജ്വലായിട്ടൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെയും പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും വോട്ടാണ് കണ്ണൂരിൽ BJPയിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് സ്ത്രീകളുടെ യുവാക്കളുടെ ഇടയിലാണ് കേരളത്തിൽ മോഡിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. അതെ അതെ, സ്ത്രീകൾ. അപ്പോൾ അവരുടെ വോട്ടിങ്ങിൻ്റെ റേറ്റ് വോട്ട് ചെയ്യുന്നതിൻ്റെ റേറ്റ് വരുന്നതിനനുസരിച്ചിട്ട് BJPക്ക് മാർജിനലായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. പിന്നെ കണ്ണൂർ ഭാവിയിൽ ഒരു ഫൈറ്റ് വരാൻ പോകുന്നത് BJP CPM തന്നെയാണ്. ഇപ്പോൾ ഇന്ന് വരെയുള്ള കണക്ക് ഇതനുസരിച്ച് അവിടെ നേരിട്ട് CPM കോൺഗ്രസും തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഒരു സ്ഥലമാണ്. പക്ഷേ കോൺഗ്രസ് നിഷ്പ്രഭമാകുമ്പോൾ അവിടെ സ്വാഭാവിക BJP കൊള്ളാനുള്ള എല്ലാ സാഹചര്യവും. എന്ന് മാത്രമല്ല, ഒന്നാമത് പിന്നെ ദേശീയ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ആയാലും ഇന്ത്യ മുന്നണിയാണെങ്കിലും ആ ഒരു സാധ്യതയ്ക്ക് വലിയ മങ്ങലേറ്റു. കഴിഞ്ഞ ദിവസം തന്നെയുള്ള കുറേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ BJP അവർക്ക് വീക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് തെക്കേ ഇന്ത്യയിലേക്കൊക്കെ എത്ര പ്രാവശ്യം, പശ്ചിമേന്ത്യ, രണ്ട് സ്ഥലങ്ങൾ. അതെ, മോദിയുടെ സന്ദർശനത്തിൻ്റെ ചാർട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മോദി എത്രയോ തവണ കേരളത്തിൽ വന്നു, തമിഴ്നാട്ടിൽ വന്നു, ഇനിയിപ്പോൾ അടുത്ത ദിവസം. അപ്പോൾ അങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ്. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റും പ്ലാനും. അതിപ്പം ഇത്തവണ ജയിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല. അല്ല, BJP തോറ്റ് വന്നൊരു പാർട്ടിയാണ്. പിന്നെ അവരുടെ സംഘത്തിൻ്റെ ഒരു വിഷനാണ് അവരെ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഭാരത് അരി വരുന്നു, 29 രൂപയ്ക്ക് അരി കിട്ടുന്നു. ഇത്തരത്തിലുള്ള ഒരു തീരുമാനം, ഒരു പ്രഖ്യാപനം തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വരുന്നു. നമുക്കറിയാം കേരളത്തിൽ കിറ്റ് ഇഫക്റ്റ്, ആ ഒരു ഇഫക്റ്റ്, ഈ അരി ഇഫക്റ്റ് BJP ഗുണം ചെയ്യുമോ? അല്ല, അത്രത്തോളം ഉണ്ടാവില്ല, എങ്കിലും കുറച്ചൊക്കെ ചെയ്യും. കോളനികളിലെല്ലാം പിന്നെ BJPക്കാർ ആ രീതിയിലുള്ള അത് പ്രചരിപ്പിക്കാൻ പറ്റിയാൽ, കാരണം ഇവിടെ കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം പിണറായി വിജയൻ തന്നു തന്നെ നാട്ടുകാരെ പറയുള്ളൂ. നമ്മളെന്തൊക്കെ പറഞ്ഞാലും സുധാകരൻ എത്ര അധികാരനായാലും നല്ല മത്സരം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്, ശ്രീമതി ടീച്ചറുമായിട്ട്. അപ്പോൾ ഈ പല പേരുകൾ പറയുന്ന കൂട്ടത്തിൽ ശ്രീമതി ടീച്ചറുടെ പേരും കേൾക്കുന്നുണ്ട്. അതിനൊരു സാധ്യതയുണ്ടോ? ചിലപ്പോൾ വരാം, നമുക്ക് പറയാൻ പറ്റില്ല. ഈ പാർട്ടിയെ പറ്റി നമുക്കൊന്നും ഒരു ചുക്ക് അറിയില്ലല്ലോ, അതെന്തും വരാം. പക്ഷേ നിലവിലുള്ള സാധ്യത എനിക്കൊന്നും ഒരു ഫ്രഷ് ആയിട്ടുള്ള ആ കുട്ടിയില്ലേ അവിടെ, അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ, ചിലപ്പം ദിവ്യ ആയിരിക്കാം അവരുടെ ഒരു സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശൈലജ ടീച്ചറായി. ഇവർ രണ്ടുപേരും ആവാനാണ് സാധ്യത. ഇനി പാർട്ടി ഇതായതുകൊണ്ട് എങ്ങനെ എന്ത് തീരുമാനം വരും എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും LDFന് നല്ല മുൻതൂക്കം ഇപ്പോൾ ആ മണ്ഡലത്തിലുണ്ട്, അതൊരു സത്യമാണ്. LDFന് മുൻതൂക്കമുണ്ട്. അപ്പോൾ എനിക്കൊന്നു അവർക്ക് പുതിയ ഒരു നിരയെ, കണ്ണൂരിൽ നിന്നും പുതിയൊരു നിരയെ കൊണ്ടുവരാൻ അവർക്കൊരു പറ്റിയ സാഹചര്യമാണ്. ഈ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യവും ഫലിക്കാത്ത ഒരു സ്ഥലമാണ് ഒരുപക്ഷെ ഈ കണ്ണൂർ. അതിൻ്റെ ഭൂമിശാസ്ത്രവും ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പൊതു രാഷ്ട്രീയം ഒന്നും കണ്ണൂരിന് വിഷയമൊന്നുമല്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും പിന്നെ CPM കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് വേണ്ടി നമ്മൾ പിന്നെ അവർക്ക് വേണ്ടി ഫേസ്ബുക്കും അവരെ പിന്നെ വീരാരാധനയൊക്കെ നിലനിൽക്കുന്ന ഒരു ഇതാണ്. അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ. പക്ഷേ ബാക്കി ഇതിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ വീരാരാധനയ്ക്ക് ചില പ്രശ്നം വന്നിട്ടുണ്ട്. അവിടെ ഈ താഴെ തട്ടിൽ പാർട്ടിയെ ഏറ്റവും കൂടുതൽ ചലിപ്പിച്ചിരുന്ന രണ്ടുപേരാണ്. ഒന്ന് പിണറായി വിജയനും അത് കഴിഞ്ഞാൽ P. ജയരാജേട്ടനാണ് ഈ പറയുന്ന പയ്യന്മാരുടെയൊക്കെ എൻ്റെയൊക്കെ ഒരു ആവേശം ജയരാജേട്ടൻ. അതുകൊണ്ടാണല്ലോ കോഴിക്കോടായി ഞാൻ ജയരാജേട്ടനെ വലിയ ഫാനായി മാറിയത്. പക്ഷേ ജയരാജേട്ടൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പാർട്ടി വേദികളൊന്നും സജീവമൊന്നുമല്ല. പാർട്ടി വിളിച്ചാൽ ജയരാജേട്ടൻ പോകുന്നല്ലാതെ പണ്ടത്തെ പോലെ നമ്മൾ അദ്ദേഹത്തെ കാണുന്നില്ല. അതിന് കാരണമായി കേട്ടുന്ന എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, അവിടെ RSSും BJP തമ്മിലുള്ള സംഘർഷം നിർത്തണമെങ്കിൽ ജയരാജേട്ടനെ അവിടെ പാർട്ടി ലീഡർഷിപ്പ് മാറ്റണോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ ഒരു തോന്നലാണ്. അതല്ലാതെ ജയരാജേട്ടൻ അവിടെ നിന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റാൻ യാതൊരു കാരണവുമില്ലല്ലോ, ഒരു കാരണം വേണ്ടേ? അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ കണ്ണൂർ ആ ഒരു ഇവരുടെ മുമ്പിൽ സീസ് ഫയർ വന്നതിന് ശേഷം സമാധാനമുണ്ട്. അതാണ് ഒരു വലിയൊരു കാരണം. അതിനിടയ്ക്ക് SDPI RSS ഒരു സംഘർഷം ഉണ്ടായിരുന്നല്ലാതെ വലിയ പ്രശ്നങ്ങളില്ല.
പക്ഷേ അതിന് പാർട്ടി കൊടുത്ത വലിയ വിലയാണ് സഖാവ് പി ജയരാജേട്ടൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പി ജയരാജേട്ടൻ ആ രീതി സജീവമല്ലാതെ ആയ സമയത്ത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആയിട്ടുള്ള യുവാക്കൾക്ക് എനിക്ക് തോന്നുന്നു അതിൽ അസംതൃപ്തി വന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ അർജുൻ നായങ്കിയൊക്കെ പോലുള്ള ആളുകൾ, അയാളൊന്നും വലിയ പാർട്ടിക്കാരൊന്നുമല്ല, പക്ഷേ അനുഭാവിയാണ്, അതെ, ഇവരൊക്കെ മറ്റു രീതിയിലേക്കൊക്കെ തിരിഞ്ഞത്. അപ്പോൾ അത് എങ്ങോട്ട് പോകുന്ന കാര്യം എനിക്കൊരു ആശങ്കയുണ്ട്. ഈ പയ്യന്മാർ കാരണം പാർട്ടി ജയരാജേട്ടന് കാര്യം മനസ്സിലായിട്ടുണ്ട്, പാർട്ടിക്കും കാര്യം അറിയാം, പക്ഷെ അത് ആ രീതിയിൽ പാർട്ടി അണികളുടെ ഇടയിൽ എത്തിയെന്ന കാര്യത്തിൽ എന്നത് ഈ പയ്യന്മാരുടെ എടുത്തുചാട്ടക്കാരായ പയ്യന്മാരുടെ ഇടയിൽ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും രാഷ്ട്രീയമായി വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. കണ്ണൂരിൽ ചുരുക്കി പറഞ്ഞാൽ നിലവിൽ ഇടതുപക്ഷത്തിനും മുൻതൂക്കം ഒരു 55 മുതൽ 60% വരെ ഇടതുപക്ഷത്തിന് സാധ്യതയും, ബാക്കി മാത്രമാണ് UDF-നുള്ളത് എന്ന് പറയാം അല്ലേ? അത് കാരണം വെച്ചാൽ നമ്മുടെ മറ്റേ പയ്യനില്ലേ ബുക്കുട്ടി മാക്കുട്ടി രാഹുൽ, അവൻ വന്നു കഴിഞ്ഞാൽ RSSന്റെ വോട്ട് LDF-ന് പോകും. പ്രത്യേകിച്ച് കാരണം അവനാണ് ഈ പശുവിനെ അറുത്തിട്ട് വാരി സംഭവം ഉണ്ടായിരുന്നല്ലോ, അത് തിരഞ്ഞെടുക്കാൻ വലിയ ന്യൂസായതാണ്. അപ്പോൾ അവന് സുധാകരൻ്റെ ആളാണെങ്കിൽ പോലും സുധാകരൻ സംഘത്തിൽ സുധാകരൻ താല്പര്യമുള്ള ഒരാളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ണൂർ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ നിലനിൽക്കണമെങ്കിൽ വിദൂരമായിട്ടെങ്കിലും ഒരു RSSന്റെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ അടി ഉറപ്പാണ്. അത് എനിക്കറിയാതെ, ഞാൻ മലബാറിൽ ഒരു നല്ല കോൺഗ്രസ് കുടുംബത്തിൽ വന്നതാണ്, എനിക്ക് ഈ സംഭവം കൃത്യമായിട്ട് അറിയാം. CPM-നോട് അടിച്ചു നിൽക്കണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് പറ്റില്ല, സ്വാഭാവിക ഒരു RSS സപ്പോർട്ട് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ട്. അതാണ് സുധാകരൻ ഇവരും തമ്മിലുള്ള ഒരു ബന്ധം, അത് സ്വാഭാവികമാണ്. പക്ഷേ അതൊന്നും ഈ പറയുന്ന ഈ പയ്യനാണെങ്കിൽ ഉണ്ടാവണമെന്നില്ല. അവൻ നല്ല നേതാവാണ്, സ്ഥാനാർത്ഥിയാണൊക്കെ ശരിയാണ്, പക്ഷേ RSS ഇങ്ങനൊരു കരട് അവനെ പറ്റി മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവനെ തോൽപ്പിക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിലാവും. അപ്പോൾ ഇതാണ് കണ്ണൂരിലെ ഇപ്പോഴത്തെ ചിത്രം വ്യക്തമാകാൻ ഇനിയും വേണം ദിവസങ്ങൾ. കാരണം പോരാളിയാര് എതിരാളിയാര് എന്നുള്ളത് ഇപ്പോൾ അറിവായിട്ടില്ല. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നടക്കുന്നതേയുള്ളൂ. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഫക്രുദ്ദീൻ അലി, ഒപ്പം തന്നെ ഞങ്ങളുടെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ ശങ്കർ ഹിമഗിരി, രണ്ടുപേർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലവുമായി നമുക്ക് ഒത്തുചേരാം. നമസ്കാരം.